ഇന്ന് നമ്മൾ 5th സ്റ്റാൻഡേർഡിലെ പേജ് നമ്പർ 38 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ചുവടെയുള്ള ഓരോ ഗുണനത്തെയും ഒരു സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിക്കുന്ന രീതിയിൽ മാറ്റി എഴുതുക. 9 × 16, 16 × 36, 36 × 49, 49 × 64, 81 × 25. ആദ്യത്തെ 9 × 16 നോക്കാം. 9 × 16, 9നെ 16 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? 9 × 16 144. അപ്പോൾ ഇത് വെച്ചിട്ട് നോക്ക്. 144 ഒരു സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിക്കുന്ന രീതിയിലാണ് നമുക്ക് മാറ്റി എഴുതേണ്ടത്. ഇതിനെ ഒരു സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിക്കുന്ന രീതിയിൽ മാറ്റി എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ 12 × 12 144. അത് നമുക്കറിയുന്ന സംഖ്യ തന്നെയാണ്. 12 × 12 144. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള സൂത്രം എന്ന് പറയുന്നത് 3 × 3 ആണല്ലോ 9, 4 × 4 ആണല്ലോ 16. അപ്പോൾ 3 × 4 ഗുണിച്ച് വെക്കാലും മതി. ഈ സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിക്കുന്ന രീതിയിൽ മാറ്റിയേക്കാൻ, ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുന്ന രീതിയിൽ മാറ്റി എഴുതാനുള്ള എളുപ്പവഴി എന്താണ്? 9 എന്ന് പറയുന്നത് 3 ഗുണിക്കണം 3 ആണ്. 16 എന്ന് പറയുന്നത് 4 ഗുണിക്കണം 4 ആണ്. അപ്പോൾ 3 × 4 ചെയ്താൽ 12 കിട്ടും. അപ്പോൾ 12 × 12 144. അടുത്ത് നോക്കാം. 16 × 36. ഇതിൻ്റെ ഗുണനഫലം നമ്മൾ കണ്ടുപിടിക്കാണ്ട് തന്നെ നമുക്ക് ഇത് വെച്ച് കണ്ടുപിടിക്കാം. നമുക്ക് ഇതല്ലേ കിട്ടേണ്ടത്. 12 × 12 ഗുണിച്ചാൽ 144 കിട്ടുന്നതെന്നല്ലേ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ 16നെ 4 × 4 16. 36 എന്ന് പറയുന്ന 6 × 6 ആണ്. അപ്പം 4 6 24 × 24 ആയിരിക്കും 16 × 36. അടുത്തത് 36 × 49. 6 × 6 36, 7 × 7 49. അപ്പോൾ 6 7 42. 42 × 42. 36 × 49 എന്ന് പറയുന്നത് 42 × 42 ആണ്. അടുത്തത് 49 × 64. അപ്പം 7 × 7 ആണ് 49, 8 × 8 ആണ് 64. അപ്പോൾ 7 8 56. 56 × 56. അടുത്തത് 81 × 25. അപ്പോൾ 9 × 9 81, 5 × 5 25. അപ്പോൾ 9 × 5 45 × 45 ആയിരിക്കും. രണ്ടാമത്തെ കണക്ക് നോക്കാം. ചുവടെയുള്ള ഗുണനഫലങ്ങൾ മനക്കണക്കായി ചെയ്യുക. ഗുണിച്ച് നോക്കാണ്ട് ചെയ്യണം. 25 × 4. 4 25കൾ എത്രയാണെന്ന് നമുക്കറിയാലോ? 100. 25 × 4 എന്ന് പറയുന്നത് 100 ആണ്, നമുക്കറിയാം. മനക്കണക്കായി ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? 25 × 16. അത് നോക്കാം. 4 25കൾ 100 ആണ്. 16 25കൾ എത്ര എന്നാണ് നമ്മൾ മനക്കണക്കായി ചെയ്യേണ്ടത്. അപ്പോൾ 16 എന്ന് പറയുന്നത് 4 × 4 ആണല്ലോ. 4 × 4 ആണ് 16. അപ്പോൾ 25 × 4 എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ 25 × 16 എന്ന് പറയുന്നത് ഇതിൻ്റെ 4 ഇരട്ടിയായിരിക്കും. 4 × 100 ചെയ്താൽ മതി, 400 ആയിരിക്കും. ഇനി 25 × 36. 25 × 4 100. 4ന് എത്ര കൊണ്ട് ഗുണിച്ചാൽ 36 കിട്ടും? 4 9 ആണ് 36. അപ്പം ഇതിൻ്റെ 9 ഇരട്ടിയായിരിക്കും. അപ്പം 25 × 36 900 ആയിരിക്കും. അടുത്ത് 25 × 64. അപ്പം 4 64 എത്ര 4 ഉണ്ട്? 16 4 ആണ് 64. അപ്പോൾ ഇതിൻ്റെ 16 ഇരട്ടിയായിരിക്കും. 16ഉം 2 0 ഇട്ട് കൊടുത്താൽ മതി, 1600 ആയിരിക്കും.
ഓക്കെ.